നടത്തുവാൻ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം തെരുവുകളിലുണ്ടാവും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിൽ ഞാൻ പറഞ്ഞു, ഡിഫി അടക്കമുള്ള അതുപോലെ തന്നെ SFI അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അവരുടെ അജണ്ടകൾ മാറ്റിവെച്ചുകൊണ്ട് തീർച്ചയായും ഈ പോരാട്ടങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും സംഘപരിവാറിന്റെ ഒത്താശ ചെയ്യുന്ന പിണറായിയെ തിരുത്തുവാൻ പിണറായി സർക്കാരും അവരുടെ പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുഷ്കിനെതിരിൽ പ്രതിഷേധിക്കണമെന്നും ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ 1000 വിപ്ലവ അഭിവാദ്യം. इनकलाब जिंदाबाद, इनकलाब जिंदाबाद, वेलफेयर पार्टी जिंदाबाद, वेलफेयर पार्टी जिंदाबाद, वेलफेयर जिंदाबाद, वेलफेयर संघം जिंदाबाद, വഖഫ് പാർട്ടി വഖഫ് ബില്ലിൽ ഭേദഗതി, വഖഫ് ബില്ലിൽ ഭേദഗതി, മുസ്ലിം ജനതയെ നാടുകടത്തും, മുസ്ലിം ജനതയെ നാടുകടത്തും, വംശഹത്യ പദ്ധതിയാണ്, വംശഹത്യ പദ്ധതിയാണ്, വഖഫ് സ്വത്തെ സംരക്ഷിക്കാൻ, വഖഫ് സ്വത്തെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങുക നാട്ടാരെ, തെരുവിലിറങ്ങുക നാട്ടാരെ, ഇൻക്ലാബ് जिंदाबाद, इनकलाब जिंदाबाद, वेलफेयर पार्टी जिंदाबाद, वेलफेयर पार्टी जिंदाबाद, वेलफेयर संघം जिंदाबाद, वेलफेयर संघം जिंदाबाद, वेलफेयर पार्टी പ്രതിഷേധ, വെൽഫെയർ പാർട്ടി പ്രതിഷേധ, വഖഫ് ബില്ല് പിൻവലിക്കുക, വഖഫ് ബില്ല് പിൻവലിക്കുക, വഖഫ് ബില്ല് പിൻവലിക്കുക, വഖഫ് ബില്ല് പിൻവലിക്കുക, വെൽഫെയർ പാർട്ടി जिंदाबाद, വെൽഫെയർ പാർട്ടി जिंदाबाद. വെൽഫെയർ പാർട്ടി രാജ്യത്തുടനീളം വഖഫ് ബില്ല് ഭേദഗതി ബില്ലിനെതിരായ ശക്തമായ സമരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോഡി അതുപോലെ തന്നെ കൂട്ടുകെട്ടുകൾ രാജ്യത്തെ ജനാധിപത്യത്തെയും അതുപോലെ തന്നെ മതേതരത്വത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നിയമങ്ങൾ അധികാരം കിട്ടി അന്നു മുതൽ ഓരോന്നോരോന്നായി പുറത്തെടുക്കുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടുവരുന്നത്. പൗരത്വ ഭേദഗതി ബില്ലായാലും അതുപോലെ തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശം നിഷേധിക്കുന്ന മറ്റു പല പല ഇടപെടലുകളും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എതിരായിട്ടുള്ള നിയമങ്ങൾ പലതും സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. അവസാനമായി വഖഫ് ഭേദഗതി ബില്ല് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷമായ മുസ്ലിം വനിതകൾക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കും വേണ്ടിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഈ ബില്ല് യഥാർത്ഥത്തിൽ ഈ ബില്ല് പഠിക്കപ്പെടുകയും അതുപോലെ തന്നെ അതിൻ്റെ ആഴത്തിലേക്ക് ചെല്ലുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് കാണുവാൻ സാധിക്കും, ഈ രാജ്യത്തെ വലിയ ന്യൂനപക്ഷമായ മുസ്ലിം ജനവിഭാഗത്തെ വംശീയമായി ഉന്മൂലനം ചെയ്യുവാനും അവരെ ഈ രാജ്യത്തെ രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റുവാനും ആത്യന്തികമായി ഈ രാജ്യത്ത് നിന്ന് തന്നെ പുറന്തള്ളുവാനുമുള്ള പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമം പാസ്സാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ രാജ്യത്തിൻ്റെ തെരുവുകൾ ഇന്ന് പ്രക്ഷുബ്ധമാണ്. എല്ലാവരും ഈ ആക്ടിനെതിരിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഈ രാജ്യത്ത് ഫാസിസവും അതുപോലെ തന്നെ അമേരിക്കയുടെ സാമ്രാജ്യത്വവുമൊക്കെ കൈചേർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കുവാൻ വളരെ ആസൂത്രിതമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മോഡി, യോഗി അതുപോലെ അമിത്ഷാ കൂട്ടുകെട്ടിന് തീർച്ചയായും ഇന്ത്യയിലെ ജനാധിപത്യ ബോധമുള്ള ഈ രാജ്യത്ത് സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനതയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വഖഫ് ബില്ലിനെതിരായ പോരാട്ടം നയിക്കണം. അതാണ് വെൽഫെയർ പാർട്ടിയും സമാന സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാർലമെൻറ്റിൽ പാസാക്കിയ ഈ നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഇന്ത്യ മുന്നണിയടക്കം നമുക്കറിയാം, ഈ രാജ്യത്തെ സമാധാനപൂർണമായ
സമാധാനപൂർണ്ണമായ അന്തരീക്ഷമാണ് ആഗ്രഹിക്കുന്നത്. ആ സമാധാനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ രാജ്യത്തെമ്പാടും നടക്കുമ്പോൾ കേരളത്തിലും അതിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ബില്ലിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടങ്ങളെ പിണറായിയുടെ പോലീസ് അടിച്ചമർത്തുവാനും അതിനെതിരിൽ ലാത്തിയും അതുപോലെ തന്നെ ഗ്രനേഡുകളും ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുവാൻ വളരെ ആസൂത്രിതമായ നീക്കം നടക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ അവസ്ഥയാണ്. തീർച്ചയായും ഇടതുപക്ഷ സർക്കാരിനോട് പിണറായിയോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കാവിയണിഞ്ഞ നിങ്ങളുടെ മനസ്സും അതുപോലെ തന്നെ നിങ്ങൾ വെള്ളപൂശിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയവൽക്കരണത്തിൻ്റെ സ്വഭാവവും മാറ്റിവെച്ചുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന ജനാധിപത്യ വിപ്ലവത്തോടൊപ്പം നിൽക്കുവാൻ ഈ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നാണ് ഈ പോരാട്ടങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഇന്ത്യയിലെ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും വെൽഫെയർ പാർട്ടിയുടെ 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.